ഗണ്ടിക്കോട്ട കണ്ടു കഴിഞ്ഞ് നേരെ ബേലം കേവ്സിലേക്കാണ് പോകുന്നത്. വൈകുന്നേരമായി അവിടെ എത്തിയപ്പോൾ ടിക്കറ്റ് എടുത്ത് നേരെ കയറി. ഇതാണ് അവിടേക്കുള്ള വഴി. ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ആന്ധ്രയിലെ നന്ദ്യാല ജില്ലയിലാണ് ബേലം കേവ്സ്. ബേലം കേവ്സിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാവേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ വലിയ ഗുഹയാണിത്. ചിത്രാവതി നദിയിൽ നിന്നുള്ള ഭൂഗർഭ ജലത്തിൻ്റെ തുടർച്ചയായ ഒഴുക്ക് കാരണമാണ് ഈ ഗുഹ ഉണ്ടായതെന്നാണ് പറയുന്നത്. ജൈനരും ബുദ്ധസന്യാസിമാരും താമസിച്ചിരുന്നു. ബുദ്ധമത അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നീണ്ട വഴികളും ഗ്യാലറികളും ശുദ്ധജലവും വിശാലമായ ഗുഹകളും ഒക്കെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അകത്ത് പല കളറിലുള്ള ലൈറ്റൊക്കെ ഉണ്ട്. ഓക്സിജൻ്റെ അളവ് കുറവുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു തരും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു അത് മുഴുവൻ ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. പുറത്തിറങ്ങിയപ്പോഴേക്കും ഏകദേശം സന്ധ്യാവാറായി. ഇനിയൊരു നീണ്ട യാത്രയാണ്. ഒഡീഷയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.